തിരുമിറ്റക്കോട് പ്രവാസി വ്യവസായിയെ തോക്കുചൂണ്ടി തട്ടിക്കൊണ്ടുപോയ കേസിൽ 2 പ്രധാന കണ്ണികൾ കൂടി പിടിയിൽ. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് അതിസാഹസികമായി പിടികൂടിയത്. പ്രതികളെ പിടികൂടുന്നതിനിടെ ഉണ്ടായ സംഘർഷത്തിൽ പോലീസുകാർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. തിരുമിറ്റക്കോട് ദുബായ് റോഡിൽ വെച്ച് പ്രവാസി വ്യവസായി തട്ടിക്കൊണ്ടുപോയി ഒറ്റപ്പാലം കോതകുറിശ്ശിയിൽ തടവിൽ പാർപ്പിച്ച് 70 കോടി രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ട കേസിലാണ് ഇപ്പോൾ 2 പ്രധാന കണ്ണികൾ കൂടി പിടിയിലായത്. ഒറ്റപ്പാലം കണ്ണിയമ്പുറം JK നഗർ ചാത്തൻപിലാക്കൽ വിഷ്ണു, കാസർകോട് ഭീമനടി ചിറ്റാരിക്കൽ ഒറ്റത്തേയിൽ ഷമീർ എന്നിവരെയാണ് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘം കോഴിക്കോട് നിന്ന് സാഹസികമായി പിടികൂടിയത്. കോഴിക്കോട് മാവൂരിലെ ഫ്ളാറ്റിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. വിവരമറിഞ്ഞ് പാലക്കാട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഫ്ളാറ്റിലെത്തി. അകത്തേക്ക് കടന്നതോടെ വിഷ്ണു പോലീസിന് നേരെ തോക്കു ചൂണ്ടി. പിന്നാലെ മറ്റൊരാൾ സ്ഫോടക വസ്തു എറിഞ്ഞു. മൽപ്പിടുത്തങ്ങൾക്കൊടുവിൽ പോലീസ് സാഹസികമായി സ്ഥലത്തുണ്ടായിരുന്ന 4 പേരെ കൈയോടെ പൊക്കുകയായിരുന്നു. വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ വിഷ്ണുവിനെയും ഷമീറിനെയും പോലീസിനെ ആക്രമിച്ച കേസിൽ മറ്റ് 2 പേരെയും പ്രതി ചേർത്ത് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി. 2025 ഡിസംബർ 6-നായിരുന്നു പ്രവാസി വ്യവസായിയായ മലപ്പുറം വണ്ടൂർ പൂങ്ങോട് വലിയ പീടിയക്കൽ VP മുഹമ്മദ് അലിയെ തോക്കുചൂണ്ടി സംഘം തട്ടിക്കൊണ്ടുപോയത്. പിന്നീട് കോതകുറിശ്ശി പത്തംകുളത്തെ പൂട്ടിയിട്ട വീട്ടിലെത്തിച്ച ശേഷം വീഡിയോ ചിത്രീകരിച്ച് ബന്ധുക്കൾക്ക് അയച്ചു നൽകി. 70 കോടി രൂപ മോചനദ്രവ്യവും ആവശ്യപ്പെട്ടെന്നായിരുന്നു കേസ്. ഈ വീട്ടിൽ നിന്നും സംഘത്തിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട പ്രവാസി വ്യവസായി വാണിയംകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കേസിന്റെ മുഖ്യ സൂത്രധാരൻ വ്യവസായിയുടെ ബന്ധു പൂങ്കോട് സ്വദേശി സിയാസ് ആണെന്ന് തിരിച്ചറിഞ്ഞ അന്വേഷണ സംഘം ഇയാളെ മാസങ്ങൾക്ക് മുൻപ് അറസ്റ്റ് ചെയ്തിരുന്നു. മാവൂരിൽ നിന്നും പിടിയിലായ 2 പേർ ഉൾപ്പെടെ ആകെ 22 പേരെയാണ് പോലീസ് ഇതുവരെ പിടികൂടിയത്. ഏതാനും പേർ കൂടി പിടിയിലാകാനുണ്ടെന്നാണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. NCV ന്യൂസ്, തിരുത്താല.